ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് കസ്റ്റേർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കിയ കസ്റ്റേർഡാണ്. കുട്ടികൾ പറഞ്ഞപ്പോൾ വേഗം ചെയ്തു കൊടുത്തൊരു കസ്റ്റേർഡാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാരയും പിന്നെ 3 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് എസൻസ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ വാനില എസൻസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കസ്റ്റേർഡ് ഒന്ന് കലക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഈ കസ്റ്റേർഡ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴേ കസ്റ്റേർഡിൻ്റെ ഈ മിക്സ് ചെയ്ത് വെച്ചാലും നമ്മളത് വയ്യെ പാലിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. പിന്നെ ഞാൻ പാല് പതക്കുമ്പോൾ പിന്നെ ആദ്യം മിക്സ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ഫസ്റ്റ് മിക്സ് ചെയ്തതേ ഉള്ളൂ. നമ്മൾ പാല് പതക്കുന്ന ടൈം അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് പാല് അടുപ്പത്ത് വെക്കാം. ഞാൻ ഇവിടെ പാല് അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ലോണം പതക്കുന്നതിന് മുമ്പ് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ആ പഞ്ചസാര ഇതിൽ അലിയിച്ചു കൊടുക്കാം. പഞ്ചസാര ഒരുവിധം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിൽ ഇതുപോലെയുള്ളത് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് അത് ഇളക്കിയിട്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ കസ്റ്റേർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈവിടാണ്ട് തന്നെ ഫുള്ളായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു പകുതി സ്റ്റീമിലിട്ടിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ലോ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ടല്ല ഞാൻ ചെയ്തത്, ഞാൻ പകുതി ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചെയ്തത്. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂണ് വാനില എസൻസാണ് ചേർത്ത് കൊടുത്തത്. വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഇത് തണിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫാക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉറക്കും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ വേണ്ടത് അതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കൺസിസ്റ്റൻസിയിൽ ഓഫാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഓഫാക്കിയിട്ടുള്ളത്. ഇനി തണുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നോളും. ഇവിടെ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ള 2 മാങ്ങയും കുറച്ച് മുന്തിരിയും പിന്നെ ഒരു ഉറുമാമ്പഴവും പിന്നെ കുറച്ച് നട്ട്സാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്തും ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഞാൻ കുറച്ച് ഈത്തപ്പഴവും മുന്തിരിയും കുറച്ച് ബാദാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കട്ട് ചെയ്യണം. ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. കറുത്ത മുന്തിരി മാത്രമേ കട്ട് ചെയ്യാണ്ടുള്ളൂ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സാണിത്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസും കൂടി കുതിർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഏത് സേവിങ് ബൗളിലാണോ വേണ്ടത് അതിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. ഞാൻ ഇവിടെ ഇതുപോലെ 2 പാത്രം എടുത്തിട്ട് അതിലേക്ക് സെർവ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കസ്കസ് ഇട്ട് കൊടുത്തു. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഈ കസ്കസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതേ ഉള്ളൂ. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് വേഗം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.